നമസ്കാരം. ഇന്നൊരു രാജ്യമാണ് പരിചയപ്പെടുത്തുന്നത്. സുറിയ. മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് സുറിയ. ആധുനിക സുറിയ തുർക്കിയുടെ തെക്കുവശത്തും ഇറാഖിൻ്റെ പടിഞ്ഞാറുമായാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ആധുനിക സുറിയ ലെബനോൻ, ഇസ്രായേൽ, ജോർദാൻ, ഇറാഖിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഇവ ഉൾപ്പെട്ട വിസ്തൃതമായ ഭൂപ്രദേശമായിരുന്നു. സുറിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ക്രിസ്തുവിന് മുമ്പ് ഹൂര്യർ, അക്കാഡിയർ, അരീസ്യക്കാർ, പേർഷ്യക്കാർ മുതലായ വംശജരെല്ലാം വിവിധ കാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിച്ചിരുന്നു. BC 4-ാം നൂറ്റാണ്ടിൽ മഹാനായ അലക്സാണ്ടറുടെ കീഴിൽ വന്നതിന് ശേഷം യവന സംസ്കാരവും ഭാഷയും സുറിയയിൽ ശക്തി പ്രാപിക്കുവാൻ തുടങ്ങി. BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അന്ത്യോക്യോസ് എപ്പിഫാനസ് രാജാവിൻ്റെ കാലത്ത് യവന സംസ്കാരത്തിന് കൂടുതൽ പ്രചാരം ലഭിച്ചു. BC 64-ൽ റോമാക്കാർ സുറിയ കീഴടക്കി. അവരുടെ കീഴിൽ സുറിയ അന്ത്യോക്യ തലസ്ഥാനമായുള്ള ഒരു പ്രവിശ്യയായി തീർന്നു. റോമാ സാമ്രാജ്യത്തിലെ സമ്പന്നമായ പ്രവിശ്യകളിൽ ഒന്നായിരുന്നു ഇത്. അന്ത്യോക്യ മുതലായ പ്രധാന പട്ടണങ്ങളിൽ യവന ഭാഷയും റോമ യവന സംസ്കാരങ്ങളും വളരെയധികം പ്രചരിച്ചിരുന്നു. എങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ അറമായ ഭാഷയാണ് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. ക്രിസ്തു വർഷത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടിൽ അറമായ ഭാഷയിൽ നിന്ന് സുറിയാനി ഉത്ഭവിച്ചപ്പോൾ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഭാഷ സുറിയാനിയായി തീർന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ ബൈസൻ്റൈൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്ന സുറിയ, ആ കാലങ്ങളിൽ സുറിയ 1, സുറിയ 2 എന്ന ഒരു വിഭജനം സുറിയയിലുണ്ടായി. ഇവയിൽ സുറിയ 2 സുറിയാനി ഭാഷയ്ക്ക് പ്രാധാന്യം നൽകി വന്നു. AD 634-ൽ ഈ പ്രദേശം മുസ്ലിം ഭരണത്തിന് കീഴിൽ വന്നു. അന്നു മുതൽ ഡമസ്കസ് സുറിയയുടെ തലസ്ഥാനമായി. ആദ്യകാലങ്ങളിൽ അവിടെ സാരമായ മതം മാറ്റങ്ങളോ പീഡനങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ അധികം താമസിയാതെ അധികാരികൾ സുറിയയിൽ സുറിയാനി ഭാഷ നിരോധിക്കുകയും മുസ്ലിങ്ങളല്ലാത്തവരുടെ മേൽ ഭാരിച്ച നികുതി കെട്ടിവെക്കുകയും ചെയ്തു. 15-ാം നൂറ്റാണ്ടിലെ ടിമൂറിൻ്റെ ആക്രമണത്തിൽ ആലപ്പോ, ഡമസ്കസ് തുടങ്ങിയ നഗരങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. പിന്നീട് അധികാരത്തിൽ വന്ന തുർക്കികൾക്കും കാരുണ്യമുണ്ടായില്ല. തുർക്കികളുടെ കീഴിൽ കഴിയേണ്ടി വന്ന ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളാണ് സുറിയയെ ഉണർത്തിയത്. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസും ഗ്രേറ്റ് ബ്രിട്ടനും അവരുടെ മേൽ ആധിപത്യം പുലർത്തി. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ആധുനിക സ്വതന്ത്ര സുറിയ രൂപം കൊണ്ടു. ഏതാണ്ട് 1,85,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഭാഗത്തു മാത്രമേ ശരിയായ ജനവാസമുള്ളൂ. സമുദ്രതീരത്തും ഓറോൺടെസ്, യൂപ്പട്രീസ് മുതലായ നദീതീരങ്ങളിലുമാണ് കാര്യമായ ജനവാസമുള്ളത്. ഇവിടുത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് 83% മുസ്ലിങ്ങളും 14% ക്രിസ്ത്യാനികളും 3% ഡ്രൂസുകാരുമാണ്. അറബി മുഖ്യഭാഷയായി തീർന്നിരിക്കുന്ന സുറിയയിൽ ഇന്ന് സുറിയാനി സംസാരിക്കുന്നവരെ 1-2 ഗ്രാമങ്ങളിൽ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. ഇത് സുറിയ എന്ന രാജ്യത്തെ പറ്റിയുള്ള വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെടുത്തി ഒരു ചെറിയ സന്ദേശം നിങ്ങൾക്ക് നൽകുന്നു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.